പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാൽ പൂച്ചയ്ക്ക് മാത്രമേ ഇരുട്ടുള്ളൂ, ചുറ്റുള്ളവർക്ക് ഇരുട്ടല്ല എന്ന സത്യം ഇനിയെങ്കിലും ബി.ജെ.പി. നേതാക്കൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പിന് ചിലവാക്കിയ തുകയുടെ കണക്ക് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടപ്പോൾ അതിൽ ബി.ജെ.പിയുടെ മാത്രം കണക്കില്ല. അതവർ നയാ പൈസ ചെലവാക്കാത്തത് കൊണ്ടല്ല, ബി.ജെ.പി. നടത്തിയ വമ്പൻ കൊള്ള പുറത്തുവരുമെന്ന് പേടിച്ചതുകൊണ്ട് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ തങ്ങൾ ചെലവാക്കിയ ഓരോ പൈസയുടെയും കണക്ക് വളരെ കൃത്യമായി പുറത്തുവിടാൻ കോൺഗ്രസിന് യാതൊരു മടിയുമില്ലായിരുന്നു. കാരണം അവരുടെ പണം കുറവായിരുന്നു. എന്നാൽ ബി.ജെ.പി. മാത്രം എന്തുകൊണ്ടാണ് ഈ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമർപ്പിക്കാതെ പേടിച്ചോടുന്നതിൻ്റെ കാരണം, ആ കണക്കുകൾ പുറത്തു വന്നാൽ അവർ നടത്തിയ വമ്പൻ ഫണ്ട് തട്ടിപ്പും സാമ്പത്തിക വെട്ടിപ്പും നാട്ടുകാരുടെയും ലോകത്തിൻ്റെയും മുന്നിൽ അമ്പയെ വെളിപ്പെടും. തമിഴ്നാട്ടിലും അസമിലും പശ്ചിമ ബംഗാളിലും പുതുച്ചേരിയിലും കേരളത്തിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആകെ ചിലവായ 136.94 കോടി രൂപയുടെ വിവരങ്ങൾ കോൺഗ്രസ് പരസ്യമായി പുറത്തുവിട്ടു. സ്ഥാനാർത്ഥികൾക്കായി 96.42 കോടി രൂപ ചെലവഴിച്ചു. 95.29 കോടി രൂപ ഒറ്റത്തവണയായും 1,13,00,000 രൂപ സാമൂഹ്യ മാധ്യമ പ്രചരണത്തിനുമായാണ് ഉപയോഗിച്ചത്. ഇതിനു പുറമെ സംസ്ഥാന കോൺഗ്രസ് യൂണിറ്റുകൾക്കായി ദേശീയ കോൺഗ്രസ് കമ്മിറ്റി 83 കോടി രൂപയാണ് നൽകിയത്. അതേസമയം തെരഞ്ഞെടുപ്പുകൾക്കായി സംസ്ഥാന കോൺഗ്രസ് യൂണിറ്റുകൾ 102 കോടി രൂപ ചെലവഴിച്ചു. അസമിൽ അത് 22 കോടി രൂപ, തമിഴ്നാട്ടിൽ 6 കോടി രൂപ, പശ്ചിമ ബംഗാളിൽ 7.5 കോടി രൂപയും പുതുച്ചേരിയിൽ 6.5 കോടി രൂപയും ചെലവഴിച്ചു. KPCC ആണ് കേരളത്തിൽ ചെലവഴിച്ചത്. അവർ 59.28 കോടി രൂപയാണ് ചെലവഴിച്ചത്. കോൺഗ്രസ് ദേശീയ കമ്മിറ്റി നൽകിയ പണവും സംസ്ഥാന ഘടകങ്ങൾ ചെലവിട്ട തുകയും പരസ്യത്തിനും റാലികൾക്കും സോഷ്യൽ മീഡിയയ്ക്കും സ്ഥാനാർത്ഥികൾക്കുമായി വിനിയോഗിച്ച തുകയും ഇന്ന് സുതാര്യമായി ജനങ്ങൾക്ക് മുന്നിൽ കണക്കുകൾ സഹിതം കോൺഗ്രസ് മുന്നിൽ വച്ചപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് വിവരങ്ങൾ ഒന്നും തന്നെ കമ്മീഷന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം പ്രചരണത്തിനായി കേന്ദ്ര നേതൃത്വം നൽകിയ ആ 400 കോടിയോളം രൂപയിൽ വലിയൊരു പങ്ക് നേതാക്കൾ ചേർന്ന് സ്വന്തം കീശയിലാക്കി തട്ടിയെടുത്തു എന്ന കറുത്ത സത്യം പുറത്തറിയാതിരിക്കാൻ നെട്ടോട്ടമോടുന്ന ബി.ജെ.പിയുടെ മറ്റൊരു മുഖം മൂടിയാണ് അഴിഞ്ഞു വീണത്. ഫ്ലെക്സ് ബോർഡുകളിലും കൊടികളിലും ഹോട്ടൽ ബുക്കിങ്ങുകളിലും വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ കമ്മീഷനായി വീതിച്ചെടുത്തത് പുറത്തറിയാതിരിക്കാൻ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുടെ പേരിൽ പോലും സാമ്പത്തിക വെട്ടിപ്പ് നടന്നതും സൗജന്യമായി കിട്ടിയ കൊടികൾക്ക് വരെ വ്യാജമായി പണം കണക്കെഴുതി തട്ടിയതും വെളിച്ചത്താകാതിരിക്കാൻ സ്വന്തം മണ്ഡലങ്ങളിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയാതിരുന്ന നേതാക്കൾ പെട്ടെന്ന് കോടികളുടെ ബാങ്ക് വായ്പകൾ വെട്ടിയതും ആഡംബര കാറുകളും വസ്തുക്കളും വാങ്ങിക്കൂട്ടിയതും എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ കൊല്ലത്തും കൊട്ടാരക്കരയിലും കുണ്ടറയിലും കരുനാഗപ്പള്ളിയിലും ഉൾപ്പെടെ നടന്ന ഈ പകൽ കൊള്ളയെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ മുൻ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തേണ്ടി വന്ന നാണക്കേട് മറച്ചുവെക്കാൻ ഫോൺ ശബ്ദരേഖകൾ പുറത്തു വന്നപ്പോൾ സ്വന്തം സംസ്ഥാന സെക്രട്ടറിയെ മാറ്റേണ്ടി വന്നതും സംസ്ഥാന കോർ കമ്മിറ്റിയിൽ നേതാക്കൾ തമ്മിൽ തെരുവിൽ കിടന്ന് അടിയുണ്ടാക്കിയതും ഈ അഴിമതി പുറത്തു വന്നതുകൊണ്ടാണ്. 1 രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വായ്ത്താരി മുഴക്കുന്ന ബി.ജെ.പി. നേതൃത്വം ധൈര്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ആ കണക്കുകൾ വെച്ച് തെളിയിക്കട്ടെ. പക്ഷേ അവർക്കതിന് കഴിയില്ല. കാരണം ആ കണക്കുകൾ പുറത്തുവിട്ടാൽ തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ ബി.ജെ.പി. നടത്തിയ ആ വൻ സാമ്പത്തിക തട്ടിപ്പിൻ്റെ കള്ളവെളിച്ചം വെളിച്ചത്താകുമെന്ന് അവർക്ക് വളരെ കൃത്യമായി അറിയാം. ആ ഒരൊറ്റ ഭയം കൊണ്ടാണ് ബി.ജെ.പി. ആ കണക്കുകൾ പുറത്തുവിടാതെ പാർട്ടിയിൽ തന്നെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നിന്ന് ഒളിച്ചു കളിക്കുന്നത്.